ബോസ് അഗ്നി പരീക്ഷയുടെ ആദ്യത്തെ എവിക്ഷനാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾ തോറ്റതൊരു കാരണമാണ്. ഈ മെമ്പേഴ്സ് നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നതൊരു കാരണമാണ്. ഒരു പക്ഷേ മറ്റ് ടീംസിൽ നിങ്ങളെക്കാട്ടും വീക്കായിട്ടുള്ള ആൾക്കാരുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, പക്ഷെ വന്നു. ആൻഡ് ഞങ്ങളുടെ ഒരു ടോട്ടാലിറ്റിയിൽ ഞങ്ങൾ നോക്കിയപ്പം അൺഫോർച്ചുനേറ്റ്ലി ദർ വാസ് സ്ട്രോങ്ങർ പ്ലെയേഴ്സ് ഇൻ യുവർ ടീം. അതുകൊണ്ട് തന്നെ ബിജു, I'm sorry. You're evicted. ബിജു ചേട്ടാ, എന്താ പറയാനുള്ളത്? എനിക്ക് രണ്ട് മിടുമിടുക്കുകളായി പെൺകുട്ടികളാണ്. അവർ എൻ്റെ മോളാണ് എനിക്ക് ഇത് അപേക്ഷയൊക്കെ അയച്ചതും. എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷേ എൻ്റെ മോളാണ് എനിക്ക് ഇതിനു വേണ്ടി എല്ലാം ചെയ്തു തന്നതൊക്കെ. അവരപ്പം ബിഗ് ബോസിൽ കയറി കാണാനും അവരുടെ ടീച്ചറിനോട് പറയാനൊക്കെ ആയിട്ട് കാത്തിരിക്കുകയാണ്. എൻ്റെ വൈഫെന്ന് പറഞ്ഞാലും അതും 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. വളരെ നല്ല, അതായത് എൻ്റെ അമ്മേനേക്കാളും നല്ലൊരു സ്ത്രീയാണ് എൻ്റെ ഭാര്യ. അത്രയും നല്ല, എനിക്ക് നല്ലൊരു കുടുംബമുണ്ട്. അതിനുവേണ്ടി അവളും ദൈവത്തിന് ഒരു നിമിഷം സ്വൈര്യം കൊടുത്തിട്ടുണ്ടാവില്ല. ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അവൾ ആദ്യം അവിടെ ബോധം കെട്ട് വീഴും. വളരെ സങ്കടമുണ്ട്. പക്ഷേ ബിജു ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അതെ അതെ ഓക്കെ, കഴിഞ്ഞ നമ്മുടെ ഈ അഗ്നിപരീക്ഷയിൽ എത്തിയ ശേഷം ഇപ്പം കേരളം ഒട്ടാകെ ബിജുവിനെ അഗ്നിപരീക്ഷയുടെ ഈ തുടക്കത്തിലെ എപ്പിസോഡിലൂടെ കണ്ടിട്ടുണ്ട്. ബിജു തീർച്ചയായിട്ടും അപ്പൊ പോവാൻ സമയമായി. ഇതിലേ പോകണ്ടേന്ന് എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. ഇത് ആരും എന്നെ തൊടാൻ പാടില്ല. എനിക്ക് തൊടാം. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമുക്കിപ്പോ വിടവാങ്ങാൻ സമയമായി. എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. തീർച്ചയായിട്ടും വീട്ടിലെല്ലാരോടും അന്വേഷണം പറയാം. താങ്ക് യു. ഈ വഴി പോവാം. ബിജു, ഒന്നും അവസാനമല്ല, എല്ലാം മികച്ച ഗുഡ് ലക്ക് വിത്ത് എവറിത്തിങ്. ബിഗ് ബോസിന്റെ എന്റെ അവസാനമാണ് ഇത്, അവസാനമല്ലെന്ന് പറയരുത്. ബിഗ് ബോസ് അഗ്നി പരീക്ഷയല്ലേ? ഓവർ ടു ജഡ്ജസ്. അടുത്ത ആളിലോട്ട് പോവാം. എന്താണ് നെക്സ്റ്റ് ഡിസിഷൻ? ഇതുവരെയുള്ള സമയത്ത് നമുക്ക് പേഴ്സണാലിറ്റി മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഓഡിയൻസിന് കാര്യമായിട്ടൊന്നും കാണുന്നില്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റിയെ കൊണ്ടിട്ടാൽ മറ്റുള്ളവരുടെ ചാൻസ് കളയല്ല. അത് ആക്ച്വലി ഓഡിയൻസിന് വർത്ത് വാച്ചിങ് ആണെന്ന് തോന്നുന്ന ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. പക്ഷെ അത് ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെയാണ് നമ്മൾ ഈ ടീമിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് എൻറ്റയർലി ബേസ്ഡ് ഓൺ ടാസ്ക്. സോ അതേ ബേസിസിൽ നെക്സ്റ്റ് നമ്മളോട് അഗ്നി പരീക്ഷയിൽ നിന്ന് വിട പറയുന്നത് ആരാധ്യ. വി ആർ ട്രൂലി സോറി, ബട്ട് നമുക്ക് ആരാധ്യനെ കുറിച്ച് കുറെ അറിയാൻ പറ്റിയില്ല. സോ ദാറ്റ്സ് എ റീസൺ. എന്താണ് ആരാധ്യ പറയാനുള്ള? Oh, you're so emotional. I know ആരാധ്യന്റെ അമ്മേനെ പ്രൗഡ് ആക്കണം. You came for your mother. I'm truly sorry. You're very strong, bro. You're 18 years old. What are you saying? You reached here, na? It's okay. Part of the game. ആരാധ്യ, എന്താണ് പറയാനുള്ളത്? ആരാധ്യ, how old are you? എത്ര വയസ്സായി? 18. You're 18, 18. ആൻഡ് ഓൾറെഡി ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ യു സെഡ് എന്തോരം കാര്യങ്ങളാണ് മോള് ചെയ്യുന്നതെന്നല്ലേ. യുവർ 18 വയസ്സ്. യു ഹാവ് ദ വേൾഡ്. 18 വയസ്സിൽ ഇത്രയും എക്സ്പീരിയൻസസ് ഒക്കെ ഒരു കുട്ടിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ ആരാധ്യ എന്ന് പറഞ്ഞൊരു ഇൻഡിവിജ്വൽ വളരാൻ പോകുന്നത് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും. ട്രസ്റ്റ് മീ, ഐ എം എ വുമൺ, ഐ ടെൽ യു. എനിക്ക് ഇവിടുന്ന് പോകുന്നതിൻ്റെ എല്ലാം എനിക്ക് ഇത്രയും നല്ല ചേച്ചിമാരെയും ചേട്ടന്മാരെയൊക്കെ നല്ലോണം കിട്ടി. കാരണം ഞാനൊന്ന് ഡൗൺ ആയപ്പോഴത്തേക്കിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് ഇവിടെയുള്ള എല്ലാവരുമായിട്ട് ഞാൻ അത്യാവശ്യം ക്ലോസ് ആയി. എനിക്ക് എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. ഞാനൊക്കെ ചേച്ചി, രചന ചേച്ചി, എല്ലാവരുമായിട്ട് എനിക്ക് ഭയങ്കര കണക്റ്റായി. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു രചന മാമിനെ കാണണമെന്നും. റിയാസിൻ്റെ ഇൻസ്പിറേഷനാണ് എനിക്ക്. എന്തെന്ന് അഖിൽ ചേട്ടനൊക്കെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി അടി ഉണ്ടാക്കണൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇനി ഞാൻ ട്രൈ ചെയ്യും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. Come here. Let me give you a hug.